Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ Capcut എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ എങ്ങനെ ഒരു ഗ്ലോ ടെക്സ്റ്റ്, അതായത് നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു ഗ്ലോ ടെക്സ്റ്റ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് Capcut എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ഇൻ്റർഫേസ്. ഇവിടെ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക, അതായത് നമ്മൾ സ്റ്റോക്ക് വീഡിയോയിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, താഴെയായിട്ട് ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക, ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊരു ടെക്സ്റ്റിലേക്കാണോ ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരേണ്ടത് അത് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റൈലിൽ വരിക. സ്റ്റൈലിൽ വന്ന ശേഷം നമുക്കിവിടെ കുറേ അധികം, അതായത് ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺസ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇഷ്ടപ്പെട്ട ഫോൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ അടുത്തതായി സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിന് വേറെ ഏതെങ്കിലും സ്റ്റൈൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതൊക്കെയുള്ള സ്റ്റൈൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് എഫക്ട്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഫക്ട്സിൽ ഇവിടെ ഒരുപാടധികം എഫക്ട്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വൺ ക്ലിക്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതേപോലെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെയും നമുക്ക് എഫക്ട്സിൽ കാണുന്ന പോലെ തന്നെ ഇത് ബേസിക് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. മൾട്ടി കളർ, യെല്ലോ, റെഡ്, ബ്ലൂ, അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനത്തെ എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ദെൻ ബബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കാർട്ടൂൺ ക്യാരക്ടറൊക്കെ കൊടുക്കുന്ന പോലെ കോൺവെർസേഷൻസ് ഒക്കെ കൊടുക്കുന്ന പോലുള്ള സംഭവങ്ങളാണ്. ദെൻ ആനിമേഷനിലേക്ക് വന്നാൽ നമുക്കിവിടെ കുറേ അധികം ടെക്സ്റ്റ് ആനിമേഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഞാൻ ഇത് ഒരു ടെക്സ്റ്റിൻ്റെ ചെയ്യുന്നതുകൊണ്ട് അഡീഷണൽ ആയിട്ട് പറഞ്ഞൊന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വൺ ക്ലിക്കിൽ ഇതാ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, അതായത് നമ്മൾ കുറേ അധികം ടൈം എടുത്ത് ചെയ്യുന്ന പല ട്രാൻസിഷൻസ് നമുക്കിവിടെ ജസ്റ്റ് വൺ ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. ഈ ഒരു ടെക്സ്റ്റ് എക്സ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ട് ആ ഒരു എക്സ്പോർട്ട് ചെയ്ത ടെക്സ്റ്റ് ഒന്നും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ എഫക്ട്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. വീഡിയോ എഫക്ട്സിലേക്ക് വന്ന ശേഷം നമുക്കിവിടെ ട്രെൻഡിങ്ങിൽ ഗ്ലീം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഈ ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്യുക, അഡ്ജസ്റ്റ് കൊടുക്കുക. അഡ്ജസ്റ്റിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റേഞ്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഒരു 10 താഴേക്ക് ഗ്ലീം, അതായത് ആ ഗ്ലീമിൻ്റെ റേഞ്ച് കൊണ്ടുവരിക. കളറും വന്നൊരു 10 താഴെയായിട്ട് സെറ്റ് ചെയ്യുക. 0 ഉണ്ടാവും, അത് വന്ന് 10 താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഗ്ലോറെ ഒരു റേഞ്ച് വന്ന് നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ താല്പര്യം, അതായത് അധികം ബോറാവാത്ത രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക ആ ഒരു ഗ്ലോറെ റേഞ്ച്. ദെൻ നമ്മൾ താഴേക്ക് കുറച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്, ഇൻറ്റൻസിറ്റി, ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ അഗെയിൻ വീഡിയോ എഫക്ട്സിലേക്ക് വരിക, നമ്മൾ ബേസിക്കിലേക്ക് വരിക. ബേസിക്കിൽ വന്നിട്ട് എഡ്ജ് ഗ്ലോ കൊടുക്കുക. എഡ്ജ് ഗ്ലോ കൊടുത്ത ശേഷം നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ഗ്ലോ വേണ്ടത്, അപ്പോൾ ഈ ഒരു റേഞ്ചിലൊന്നും വേണ്ടി വരില്ല, കാരണം നല്ല ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതും നമ്മളൊരു 10 താഴെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു ഗ്ലോ എഫക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം എഫക്ട്സാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതിന് ഇതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു ലെയർ കണക്കിയായി, അതായത് ഒരു വീഡിയോ ക്ലിപ്പ് കണക്കിയായി ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ മാത്രമേ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് കണക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. കണ്ടില്ലേ, എഫക്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ടെക്സ്റ്റ് ലെയറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് വൺ ക്ലിക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.